ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്താണ് മെഷീൻ ലേണിംഗ്, എന്ത് പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് മാത്തമാറ്റിക്സിലെ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ച് 6 വശമുള്ള ഡൈ ടോസ് ചെയ്യുകയാണ്. നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡൈ ടോസ് ചെയ്ത് അതിൻ്റെ ബാർ ഡയഗ്രാം, എത്ര പ്രാവശ്യം ഓരോ ഡൈയും വന്നെന്നുള്ളതിന് ബാർ ഡയഗ്രാം കിട്ടുന്നതാണ്. നമുക്ക് ആദ്യം അതാണ് അതിൻ്റെ പ്രോഗ്രാം. ഞാൻ ആദ്യം പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്തു. ഇതാ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ ദ നമ്പർ ഓഫ് ടോസസ്, അവിടെ നമ്മൾ ഇപ്പം 3 എന്ന് കൊടുത്തു. എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ഫേസ് 1 എന്ന് 5 6 2 പ്രാവശ്യം. ഇത് എത്ര ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്തത് 3 പ്രാവശ്യമാണ് ടോസ് ചെയ്ത്. ഫേസ് 1 കിട്ടി, ഫേസ് 5 കിട്ടി, ഫേസ് 6 കിട്ടി. വേറെ ഒന്ന് കൊടുക്കാം, നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. എൻ്റർ നമ്പർ ഓഫ് ടോംസ് 6 എൻ്റർ ചെയ്തു. കണ്ടോ, എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസ് 1 ടേണപ്പ് 1 പ്രാവശ്യം, ഫേസ് 2 ടേണപ്പ് 2 പ്രാവശ്യം, ഫേസ് 3 ഇല്ല, ഫേസ് 4 ഇല്ല, ഫേസ് 5 1 പ്രാവശ്യം, ഫേസ് 6 2 പ്രാവശ്യം. എൻ്റർ ദ നമ്പർ ഓഫ് ടോസസ്, അവിടെ ഞാൻ 100 എന്ന് എഴുതുന്നു. 100 എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ 100 ടോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. 100 ടോസ് റിസൾട്ട് ചെയ്താണ്. ദ നമ്പർ ഓഫ് ടൈംസ് ഫേസ് 1 ടേണപ്പ് ഈസ് 18. ഇത് 18 ആണ്. ആദ്യത്തേതിൽ 18, രണ്ടാമത്തേത് 19 ആണ്. ഓരോന്നിങ്ങനെ കിട്ടും. ഇതുണ്ടോ, ഓരോന്ന് ഇവിടെ വന്നു. ഒന്നും കൂടെ റൺ ചെയ്യാം. എൻ്റർ ദ നമ്പർ ഓഫ് ടൈം ടോസസ് 600 എന്ന് കൊടുക്കുക. 600 എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ടോസ് ചെയ്തിട്ട് ഇതാ ദ നമ്പർ ഓഫ് ടൈംസ് ഫേസ് 1 ടേണപ്പ് ഈസ് 84. ആദ്യത്തെ 84. രണ്ടാമത്തെ ഫേസ് 2 ടേണപ്പ് ഈസ് 109. 60,000 പ്രാവശ്യം ടോസ് ചെയ്യാം. 60,000 പ്രാവശ്യം ടോസ് ചെയ്തു. 60,000 പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ കണ്ടോ കിട്ടിയ റിസൾട്ടുകളുണ്ട്. എല്ലാം ഏകദേശം ഒരേ ഹൈറ്റിലാണ്. ഇനി നമുക്ക് 6 ലക്ഷം പ്രാവശ്യം ടോസ് ചെയ്ത് നോക്കാം. 10, 100, 1000, 10,000, ലക്ഷം. എൻ്റർ ചെയ്തു. കണ്ടോ, ഇതാ വന്ന റിസൾട്ട്. എല്ലാം ഒരേപോലെയാണ്. 6 ലക്ഷം പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ ഫേസ് 1 വന്ന് നോക്കുക, ഫേസ് 2 വന്ന് നോക്കുക, ഫേസ് 3 വന്ന് നോക്കുക, ഫേസ് 4, ഫേസ് 5, ഫേസ് 6. നമുക്കിതിൻ്റെ ഇത് എത്ര പ്രാവശ്യം കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇത് 1,132,000. ഇത് 99,913. ഇത് 1,311,000. ഇത് 1,136,000. ഇതെല്ലാം അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. ഒരു ഡൈ 6 ലക്ഷം പ്രാവശ്യം ടോസ് ചെയ്താൽ 1 ലക്ഷം പ്രാവശ്യം ഓരോ ഫേസും കിട്ടും. ഇതിലുണ്ടാകുന്ന വ്യത്യാസം 500-ൽ താഴെ മാത്രമാണ്. അതായത് 0.5% എറർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇതാണ് മാത്തമാറ്റിക്സിലെ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. സാമ്പിൾ സൈസ് ലാർജ് ആകുന്നതനുസരിച്ച് ആക്യുറസി കൂടും. ഇതാണ് മെഷീൻ ലേണിംഗിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ആദ്യമായി എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറയാം. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് തന്നെയല്ല, ഒരു പട്ടിയെ കാണുമ്പോൾ വഴിമാറിപ്പോകുന്ന മനുഷ്യന് ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ മനുഷ്യനെ പോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സിസ്റ്റത്തെയാണ്, അല്ലെങ്കിൽ മെഷീനെയാണ്, അല്ലെങ്കിൽ റോബോട്ടുകളെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എന്താണ് മനുഷ്യനെ AI-യിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഒരു കുട്ടി ജനിച്ചത് മുതൽ ധാരാളം ഓബ്ജക്റ്റുകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും മനുഷ്യൻ മനസ്സിലാക്കുന്നു. അതുപോലെ മനുഷ്യന് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഇൻഡ്യൂട്ടീവ് നോളജ് കൊണ്ട് മനുഷ്യന് അനവധി കാര്യം പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും. മനുഷ്യൻ ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നത് മെൻ്റൽ മോഡൽ ഉപയോഗിച്ചാണ്. AI-ക്ക് ഈ മെൻ്റൽ മോഡൽ ഇല്ല. ഇതാണ് AI-യും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. എക്സ്പീരിയൻസ് ഇൻ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, എമി, അതിൻ്റെ ഷോർട്ട് ഫോമാണ് എമി. എമി എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ
മൊസാർട്ട് എന്ന സംഗീതജ്ഞന്റെ പാട്ടുകൾ ഫീഡ് ചെയ്തപ്പോൾ മൊസാർട്ട് പാടുന്ന പാറ്റേണുകൾ കണ്ടുപിടിച്ച് മൊസാർട്ട് ശൈലിയിൽ കൂടുതൽ പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. മെഷീന് മൊസാർട്ടിന്റെ ഈ പാട്ടുകൾ ഉണ്ടാക്കുവാൻ സാധിക്കും, പക്ഷെ ആസ്വദിക്കാൻ സാധിക്കില്ല. മനുഷ്യന് മാത്രമേ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് മൊറാവിക്സ് പാരഡോക്സ് എന്ന് പറയാം. മനുഷ്യന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മാത്സ് പ്രോബ്ലം, ലോജിക്കൽ പ്രോബ്ലം എല്ലാം കമ്പ്യൂട്ടറിന് വളരെ ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ മനുഷ്യന് വളരെ ഈസിയായി ചെയ്യാനും ആസ്വദിക്കാനും പറ്റുന്നതുമായ കോംപ്ലക്സ് ടാസ്കുകൾ മെഷീന് ചെയ്യാൻ പറ്റുകയില്ല. ഇതിനെയാണ് മാത്തമാറ്റിക്സ് മൊറാവിക്സ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായി, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു പട്ടി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ വഴിമാറിപ്പോകും. പക്ഷേ ഈ ട്രെയിനിങ് കിട്ടാത്ത റോബോട്ട് വഴിമാറി പോവുകയില്ല. ഇനി ഒരു മെഷീനെ എങ്ങനെയാണ് ഇന്റലിജൻസ് ആക്കുന്നത് എന്ന് നോക്കാം. ഒരു സിസ്റ്റത്തെ ഇന്റലിജൻസ് ആക്കുന്ന അൽഗരിതംസ് ആണ്. ഇങ്ങനെ അൽഗരിതം ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക് ആണ് മെഷീൻ ലേണിംഗ്. സ്വന്തമായി പഠിക്കുവാൻ കഴിവുള്ള അൽഗരിതംസ് ആണ് മെഷീൻ ലേണിംഗ് അൽഗരിതംസ്. അൽഗരിതം എന്താണെന്ന് പറയാം. നാരങ്ങ വെള്ളം ഉണ്ടാക്കുവാൻ നാരങ്ങ എടുത്ത് പിഴിയുക, കുറച്ച് പഞ്ചസാര ഇടുക, പിന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുവാനുള്ള ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് കോഡ് ചെയ്ത് വെക്കുന്നതിനാണ് അൽഗരിതംസ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ മൈനിങ്, ബിഗ് ഡാറ്റ ഇവയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് മെഷീൻ ലേണിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ് ഫീൽഡാണ് മെഷീൻ ലേണിംഗ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഡാറ്റകൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് പാറ്റേണുകൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ഡിസിഷൻ എടുക്കുവാനും എക്സിക്യൂട്ട് ചെയ്യുവാനും കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നു. മെഷീൻ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്? നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ കാര്യങ്ങൾ ധരിക്കുന്നത് അനുഭവത്തിൽ നിന്നാണ്. ചൂടുള്ള വെള്ളത്തിൽ കൈ പൊള്ളിയാൽ ചൂടുവെള്ളത്തിൽ എത്ര ചൂടുണ്ടെങ്കിൽ കൈ പൊള്ളും എന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. ചൂടുവെള്ളത്തിന്റെ ആട്രിബ്യൂട്ട് അഥവാ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇതുപോലെ മെഷീൻ ലേണിംഗും കിട്ടുന്ന ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ട്രഡീഷണൽ പ്രോഗ്രാമും മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷണൽ പ്രോഗ്രാമിൽ ചില റൂൾസ് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കും. ഉദാഹരണത്തിന്, നമുക്ക് ഒരു ഫ്രൂട്ട് കാണിച്ചാൽ അത് ചക്കയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് അതിൻ്റെ ഷേപ്പ് ഉരുണ്ട് നീട്ടിട്ടാണ്, അതിൽ മുള്ളുണ്ട്, അത് പച്ച നിറമാണ് എങ്കിൽ അത് ചക്കയാണ് എന്ന് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ട്രഡീഷണൽ പ്രോഗ്രാമിൽ. എന്നാൽ നമ്മൾ ആയിരക്കണക്കിന് വിവിധ തരത്തിലുള്ള ചക്കയുടെ ഫോട്ടോ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രോസസ്സാണ് മെഷീൻ ലേണിംഗ്. വിവിധ തരത്തിലുള്ള മെഷീൻ ലേണിംഗ് അൽഗരിതംസ് ഉണ്ട്. ഒന്ന്, സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗരിതം. എന്താണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗരിതം എന്ന് നോക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്ന ഇമെയിലുകൾ സ്പാം ആണോ അല്ലയോ എന്ന് വേർതിരിക്കുന്നത് മെഷീൻ ലേണിംഗ് അൽഗരിതംസ് ആണ്. എങ്ങനെയാണ് മെഷീൻ ലേൺ ചെയ്യുന്നത്? നമ്മൾ 10,000-കണക്കിന് ഇമെയിലുകൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ടായി കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടും കമ്പ്യൂട്ടറിന് കൊടുക്കും. ഇന്നത് സ്പാം ആണ്, ഇന്നത് സ്പാം അല്ല എന്ന്. ഉദാഹരണത്തിന്, ഒരു ഇമെയിൽ എങ്ങനെയാണ് സ്പാം മാർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കും. ഒന്ന്, ഇമെയിലിൻ്റെ സെൻട്രൽ അഡ്രസ് സസ്പീഷ്യസ് ആണെങ്കിൽ. 2, കോമൺ സ്പാം കീവേഡ്സ് ഉണ്ടെങ്കിൽ. 3, അൺയൂഷ്വൽ ഫോർമാറ്റിംഗ് ഉണ്ടെങ്കിൽ. 4, മറ്റ് സസ്പീഷ്യസ് വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്പാം ആണെന്ന് കമ്പ്യൂട്ടറിന് പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ 10,000-കണക്കിന് ഇമെയിലുകളെ സ്പാം എന്നും നോട്ട് സ്പാം എന്നും ലേബൽ ചെയ്തു വെക്കുന്നു. ഇതിനെയാണ് ട്രെയിനിങ് സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പാം ആയിട്ടുള്ളതും നോട്ട് സ്പാം ആയിട്ടുള്ളതുമായ മെയിലുകളുടെ ആട്രിബ്യൂട്ടും പാറ്റേണുകളും കണ്ടുപിടിച്ച് അതിനെ ഒരു ഫയലായി സേവ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ട്രെയിൻ ചെയ്ത മോഡലിലേക്ക് ഒരു പുതിയ ഇമെയിൽ ഇൻപുട്ടായി കൊടുക്കുമ്പോൾ മെഷീൻ അതിലെ വേർഡ്സും ഫ്രേസിലൂടെയും കടന്നു പോകുമ്പോൾ നേരത്തെ പഠിപ്പിച്ചു കൊടുത്ത 4-ൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് സ്പാം ബോക്സിൽ പ്ലേസ് ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് ഇമെയിലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് ആണ് എന്ന് ഇമെയിലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഫിഷിംഗ് ആണ്. നിങ്ങളെ കബളിപ്പിക്കാനാണ് ഇതൊക്കെ മെയിലിൽ വരുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഇമെയിലുകൾ സ്പാം ബോക്സിൽ ഇൻപുട്ട് ചെയ്യും. ഇനി ഈ 4 ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരു ഇമെയിൽ സ്പാം ആയി വന്നാൽ അതിലെ കീവേഡ്സും ഫ്രേസും മെഷീൻ തിരിച്ചറിഞ്ഞ് 5ാമതായി ഒരു ഇൻഫർമേഷൻ കൂടി സിസ്റ്റം മാർക്ക് ചെയ്യുന്നു. ഇതിനെയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇതിൽ ട്രെയിനിങ് സെറ്റിലുള്ള സാമ്പിൾ ഡാറ്റകൾ കൂടുന്നതനുസരിച്ച് മെഷീനുള്ള കഴിവ് കൂടുന്നു. 2. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് പറഞ്ഞ പോലെ ഒരു ഡാറ്റ കൊടുത്തിട്ട് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുകയല്ല അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡലിൽ. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിൽ കുറേ ട്രെയിനിങ് ഡാറ്റ കൊടുക്കും, പക്ഷേ ഇത് എന്താണെന്ന് പറയുകയില്ല. സിസ്റ്റം ഈ കിട്ടുന്ന ഡാറ്റയിൽ നിന്ന് പാറ്റേണുകൾ കണ്ടുപിടിക്കും. ഈ പാറ്റേണുകളെ ക്ലസ്റ്റർ ചെയ്യും അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ കുറേ ഫ്രൂട്ട്സുകളുടെ ഡാറ്റ കൊടുക്കും. സിസ്റ്റം അതിനെ കളറുകളുടെയോ ആകൃതികളുടെയോ അടിസ്ഥാനത്തിൽ ക്ലസ്റ്റർ ചെയ്യും. റെഡ് കളർ ഉള്ള പാറ്റേൺ, യെല്ലോ കളർ ഉള്ള മറ്റൊരു പാറ്റേൺ. ആപ്പിൾ റെഡ് കളറിൽ വരും, ബനാന യെല്ലോ കളറിൽ വരും. സിസ്റ്റം ഇതിനെ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഗ്രൂപ്പ് ചെയ്യും. ഇതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം. വേറൊരു ഉദാഹരണം എടുക്കുക. ഞാനൊരു 3 കാര്യങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഫോൺ, ബുക്ക്, ഷൂ എന്നിവയുണ്ടെങ്കിൽ സിസ്റ്റം എന്നെ ഒരു അധ്യാപകന്റെ കാറ്റഗറിയിൽ പെടുത്താം. ഫോൺ, ചോക്ലേറ്റ്, ഷൂസ് എന്നിവയുണ്ടെങ്കിൽ എന്നെ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ പെടുത്താം. എൻ്റെ വേറൊരു ഡാറ്റയും ഫ്ലിപ്കാർട്ടിൽ ഇല്ല. അടുത്ത തവണ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറുമ്പോൾ അധ്യാപകർക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ പരസ്യം കാണിക്കും. വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്റർ പോലെയുള്ളവയുടെ പരസ്യം കാണിക്കാനാണ് സാധ്യത. ഇങ്ങനെ പാറ്റേണുകളെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. 3. റീഇൻഫോഴ്സ്മെന്റ് മെഷീൻ ലേണിംഗ് അൽഗോരിതം. ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ലേൺ ഫ്രം മിസ്റ്റേക്കിൽ നിന്നാണ്. ഉദാഹരണത്തിന് ഒരു ഗെയിം കളിക്കുന്ന പ്രോഗ്രാം എഴുതുന്നു എന്ന് വിചാരിക്കുക. സിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്യാരക്ടർ മുമ്പിൽ വരുന്നു. സിസ്റ്റത്തിന് അറിയത്തില്ല ഈ ക്യാരക്ടർ വന്ന് മുട്ടിയാൽ ലൈഫ് പോകുമെന്ന്. സിസ്റ്റം മുന്നോട്ട് പോയി ക്യാരക്ടർ തട്ടി ലൈഫ് പോകുന്നു. നമ്മൾ സിസ്റ്റത്തോട് പറയുന്നുണ്ട് ലൈഫ് പോയാൽ പോയിന്റ് കുറയുമെന്ന്. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ സിസ്റ്റത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ക്യാരക്ടർ വന്ന് മുട്ടി ലൈഫ് പോകാതിരിക്കാൻ ക്യാരക്ടർ മുന്നിൽ വരുമ്പോൾ ജമ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അടുത്ത പ്രാവശ്യം സിസ്റ്റം ഇങ്ങനെയൊരു ക്യാരക്ടർ മുമ്പിൽ വരുമ്പോൾ ജമ്പ് ചെയ്യും. ഇതുവരെ കാണാത്ത ഒരു ഓബ്ജക്റ്റ് മുന്നിൽ വന്ന് മുട്ടി ലൈഫ് പോകുമ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാകും അതിൽ മുട്ടിയാൽ ലൈഫ് പോകുമെന്ന്. അങ്ങനെ സിസ്റ്റം ഏതെല്ലാം ഓബ്ജക്റ്റിൽ തട്ടിയാൽ ലൈഫ് പോകുമെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത പ്രാവശ്യം അങ്ങനെയുള്ള ഓബ്ജക്റ്റ് വരുമ്പോൾ ജമ്പ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ ഗെയിം കളിച്ചു കഴിയുമ്പോൾ സിസ്റ്റം പെർഫെക്റ്റ് ആകുന്നു. അങ്ങനെ സിസ്റ്റത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാതാകുന്നു. അങ്ങനെ മിസ്റ്റേക്കിൽ നിന്ന് സിസ്റ്റം മിസ്റ്റേക്ക് ഇല്ലാതാകാൻ പഠിക്കുന്നു. 4. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അഥവാ ഡീപ്പ് ലേണിംഗ്. ഇത് മെഷീൻ ലേണിങ്ങിന് അകത്ത് വരുന്നതാണ്. മെഷീനെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായ പ്രോബ്ലംസ് മനുഷ്യന് വേഗം സോൾവ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഒരു സൗണ്ട് കേട്ടാൽ അത് മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്ന് മനുഷ്യന് വേഗം തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ മെഷീന് വേഗം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. മനുഷ്യൻ തിരിച്ചറിയുന്നത് മനുഷ്യനിലുള്ള ന്യൂറോൺസിന്റെ പ്രവർത്തന ഫലമായാണ്. മനുഷ്യനുള്ളത് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്കാണ്. ഇതുപോലെ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ മെഷീനെ ചിന്തിപ്പിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ANN എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ കൂടി കയറി ഇറങ്ങുമ്പോൾ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും തിരിച്ചറിയുന്നു. മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ ന്യൂറൽ നെറ്റ്വർക്കിൽ കൂടി കയറി ഇറങ്ങുമ്പോൾ മെഷീനും മനസ്സിലാകുന്നു. ഇതാണ് ഡീപ്പ് ലേണിംഗിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. മറ്റൊരു മെഷീൻ ലേണിംഗിന്റെ ഉദാഹരണം എടുക്കാം. നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ ഡോഗ് എന്ന് സെർച്ച് ചെയ്താൽ ഡോഗ്സിന്റെ ഫോട്ടോ മാത്രം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഇതിന് കാരണം ഗൂഗിൾ ഫോട്ടോ ആപ്പിൽ ഫോട്ടോസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മോഡൽ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇതെല്ലാം ട്രഡീഷണൽ പ്രോഗ്രാം ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം ട്രഡീഷണൽ പ്രോഗ്രാമിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എല്ലാ ഇൻസ്ട്രക്ഷൻസും 1 by 1 ആയി എഴുതി കൊടുക്കേണ്ടതാണ്. അതായത് ഒരു ഫോട്ടോ കിട്ടിയാൽ ഓരോ പിക്സൽ ചെക്ക് ചെയ്ത് ഡോഗ് ആണോ എന്ന് കണ്ടുപിടിക്കുക ശ്രമകരമാണ്. എന്നാൽ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് ആയിരക്കണക്കിന് ഫോട്ടോ അനലൈസ് ചെയ്ത് ഡോഗിന്റെ പാറ്റേൺ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും.
മെഷീൻ ലേണിംഗ് മോഡലുകൾ ട്രെയിൻ ചെയ്ത് ബിൽഡ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ അൽഗരിതം ഉപയോഗിച്ചാണ്. മെഷീൻ ലേണിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കൂടുതലായി ഉപയോഗിക്കുന്നത് പൈത്തൺ, ആർ, ജാവാസ്ക്രിപ്റ്റ് എന്നീ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളാണ്. നമ്മുടെ വേൾഡിനെ മുന്നോട്ട് നയിക്കുന്ന 3 കാര്യങ്ങളാണ്. 1 കണക്ടിവിറ്റി, 2 ഡാറ്റ, 3 കമ്പ്യൂട്ടിംഗ്. ലോകത്തുള്ള എല്ലാ ഉപകരണങ്ങളും ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കണക്ട് ചെയ്തിരിക്കുന്ന മെഷീൻസ് ഒരുപാട് ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റകൾ ഹൈലി പവർഫുൾ ആയ മെഷീൻസ് ഉപയോഗിച്ച് കമ്പ്യൂട്ട് ചെയ്യുന്നു. AI പഠിക്കുവാൻ മാത്തമാറ്റിക്സ് നന്നായി അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് AI വർക്ക് ചെയ്യുന്നത്. എന്ത് പഠിച്ചാൽ ജോലി കിട്ടും എന്ന് എല്ലാ കുട്ടികളും ചോദിക്കുന്ന ചോദ്യമാണ്. പ്ലേസ്മെന്റിന് വേണ്ടി കമ്പനികൾ നോക്കുന്നത് കുട്ടികൾക്ക് അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി ആപ്റ്റിറ്റ്യൂഡും കോഡിങ്ങും അറിഞ്ഞിരിക്കണം. ഏത് സബ്ജക്റ്റ് പഠിച്ചാലും മെക്ക്, സിവില്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഏത് വിഷയങ്ങൾ പഠിച്ചാലും ആപ്റ്റിറ്റ്യൂഡും കോഡിങ്ങും അറിയാമെങ്കിൽ ജോലി കിട്ടും. എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും വെർബൽ ആപ്റ്റിറ്റ്യൂഡും. കോഡിംഗ് പഠിക്കാൻ ഏറ്റവും എളുപ്പം പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും നിർബന്ധമായും ആപ്റ്റിറ്റ്യൂഡും കോഡിങ്ങും പഠിക്കുക.